എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ്. മല്ലിയില കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള രസമാണ്. ഇതിന് വേണ്ടി ഒരു 6 ചെറിയുള്ളി എടുക്കാം, 6 മുതൽ 10 വരെ വെളുത്തുള്ളി എടുക്കാം, 2 പച്ചമുളക് എടുക്കാം, 4-5 വറ്റൽമുളക് എടുക്കാം, ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും എടുക്കാം. ആദ്യം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ഇടിച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനിയൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കാം. പുളി കുതിർത്തി വയ്ക്കുന്നത് കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് പുളി നന്നായി ഞെരടി പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒരു 5 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും പുളി സോഫ്റ്റായി കിട്ടും. രസം തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടിയോ കടായിയോ എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നെടുവേ കീറിയിട്ടാൽ മതി. ഇനി ഇത് നല്ലപോലെ വഴണ്ട് വരണം. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി നല്ല കളറ് മാറിയിട്ട് വരണം. ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷേഴ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പൊടികൾ ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്തൊന്ന് ഓൺ ചെയ്യുക, പക്ഷേ ചെറിയ തീയിൽ വയ്ക്കാൻ ശ്രദ്ധിക്കാം. ഇനി നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക, മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഒരു നല്ല വലിയൊരു കൈപ്പിടി മല്ലിയില തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. പഞ്ചസാരയ്ക്ക് പകരം ഒരു ചെറിയ കഷ്ണം ശർക്കര വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി രസം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ചൂടോടുകൂടി രസം വിളമ്പാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്